ചിത്രശലഭം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് സിജി. ഞാൻ ഈ അടുത്തയായിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇതുവരെയ്ക്ക് കുറച്ച് ഷോർട്സുകളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനൊരു സാഹചര്യം ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നേ ആയിട്ട് എനിക്കൊരു കോള് വന്നു. ടീച്ചറുടെ ഫോണിൽ ഇൻസ്റ്റയിൽ ടീച്ചർ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കാകെ ഒരു അക്കൗണ്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് ചോദിച്ചതെന്ന് ചോദിച്ചു. ഇല്ല ടീച്ചറെ, എനിക്ക് ഒരു ഫോളോ റിക്വസ്റ്റ് വന്നു, ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിരിക്കുകയാണ്, ഒരു 15,000 രൂപ ചോദിച്ചിട്ട് നാളെ രാവിലെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പഠിച്ചു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അതൊന്നും കൊടുക്കല്ലേ, ഞാനല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ടീച്ചർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തോളൂ, സൈബറിൽ എവിടെയെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വീട്ടിലെത്തി എൻ്റെ ഫോണിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ മകൾ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ പേരിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, പൈസയൊക്കെയാണ് എല്ലാവരോടും ചോദിക്കണേ, എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു 15,000 ഒക്കെ ചോദിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അമ്മ അത് എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്താ ചെയ്യുക മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അവൾക്ക് ഇതിലിപ്പോൾ ഈ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലൊക്കെ ആയാലും അവൾക്ക് ഒരു പേജുകളുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ സംസാരിച്ചോളാം. അപ്പോൾ അവളതൊക്കെ ഓക്കെ ആക്കി കംപ്ലയിൻറ്റ് കൊടുത്ത് ഞാനൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് ചെയ്ത് അവൾക്ക് ഫോട്ടോ ഇട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു തുണ എന്നുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നേരിട്ട് അതിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, എനിക്ക് തീരെ പരിചയമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനൊരു അക്കൗണ്ട് ഞാനിവിടെ നമ്മുടെ യൂട്യൂബിൽ തുടങ്ങിയിട്ടുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല കേട്ടോ, ഇന്ന് വരെ ആർക്കും അറിയില്ല. ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ, 10-35 വീഡിയോസ് ആയിട്ടുള്ളൂ, ഷോർട്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് ശരിയാക്കാൻ നേരത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇതെന്താ ചെയ്യുക റീചാർട്ട്, അത് എൻ്റെ പേരിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിച്ച് പൈസ ചോദിക്കുന്നു എന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത് നിന്നോട് ചോദിക്കാൻ വന്നതാണ്, എൻ്റെ ഒരു ഫ്രണ്ടിനെ, മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ വിശദമായിട്ട് ഇവിടെ പോകും, എവിടെ വരെ ഈ ഒരു ചാറ്റിങ് നിൽക്കും എന്നുള്ള രീതിക്ക് ആൾ നോക്കിയപ്പോൾ ഒരു ഫോൺ നമ്പർ ഇട്ട് തന്നു. അത് ഞാൻ ട്രൂ കോളറിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഐ ആം എ സ്കാമർ എന്നുള്ള രീതിക്ക് തന്നെ ഭയങ്കര എന്താ പറയുക, ഇത്ര കോൺഫിഡൻസിൽ ട്രൂ കോളറിലൊക്കെ പേരടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ അക്കൗണ്ട് കിട്ടണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാനൊന്ന് പേടിച്ചു. അപ്പം ഞാൻ കരുതി യൂട്യൂബിൽ എൻ്റെ ഇൻസ്റ്റാ ലിങ്കും മറ്റേ ഫേസ്ബുക്ക് ലിങ്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടായിരിക്കുമോ ദൈവമേ, ഞാനാണെങ്കിൽ ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് വല്ലാത്ത ഭയമായി. അങ്ങനെ ഞാൻ പോയി യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി വേഗം എൻ്റെ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പിന്നെയും കസിൻസൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഇതൊന്നൊരു കാര്യം മനസ്സിലായി, ഞാനൊക്കെ പബ്ലിക്കാക്കിയിട്ടിരിക്കുകയായിരുന്നു, ഫേസ്ബുക്കും യൂട്യൂബൊക്കെ, നമുക്ക് എന്ത് മറയ്ക്കാൻ എന്ന് കരുതിയിട്ട് ഞാനൊക്കെ ഓപ്പണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി ഞാനെല്ലാം ബ്ലോക്കല്ല, പ്രൈവറ്റാക്കിയിട്ടു. അപ്പോൾ അതൊരു ആശ്വാസമാകുമോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനത് അങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാനൊന്നും ഇതിലൊന്നും അത്ര വലിയ ആക്റ്റീവൊന്നും ആയിരുന്നില്ല. ടിക്ടോക്കുള്ള സമയത്തൊക്കെ കുറേ ഡബ് സ്മാഷൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത്രയ്ക്കുള്ളൊരു കഴിവുള്ളൂ. പിന്നെ ഞാനീ പറഞ്ഞ മാതിരി ക്യാമറയുടെ മുമ്പിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം മുന്നേ ഞാനൊരു ചാനലിൽ ന്യൂസ് റൈഡറായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബ സാഹചര്യം കാര്യങ്ങളനുസരിച്ച് ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഒതുങ്ങിക്കൂടിയൊരു വ്യക്തിയാണ്. അപ്പോഴാണ് എൻ്റെ മോൾക്ക് വീഡിയോ ഒക്കെ ചെയ്ത് അവൾക്ക് പോസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എന്തായാലും ആർക്കിഷ്ടമായാലും ഇല്ലെങ്കിലും ഞാൻ ഈ ചാനലിൽ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എന്തായാലും ഷോർട്സേ കൂടുതലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്കൊന്നും ലോങ് വീഡിയോ ചെയ്യാനായിട്ടാണ് അറിയില്ല. അപ്പോൾ എന്തായാലും ഷോർട്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിജയിപ്പിക്കുക. പറ്റുവാണെങ്കിൽ ഇതേപോലത്തെ ഓരോ സാഹചര്യമൊക്കെ വരുവാണെങ്കിൽ
ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമ്മുടെ സ്കാമറുടെ ചാറ്റൊക്കെ ഞാനിവിടെ പബ്ലിക്കാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടോളൂ. കാരണം നാളെ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരണ്ട. കാരണം എനിക്കിതൊക്കെ ഭയങ്കര ഭയമായി. ഞാൻ പബ്ലിക്കിലൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അവരുടെ ചാറ്റിങ്ങൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്നെ ശ്രവിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു. ബൈ.